കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ എടുക്കുന്നൊരു സമീപനം വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളുടെ മെറിറ്റ് ഡീമെറിറ്റ് അഡ്രസ്സ് ചെയ്യാതെ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഇവിടെ അന്ന് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, മത സാമുദായിക നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ കാണുന്നതിനെ എതിർത്തുകൊണ്ടൊന്നും ഞാൻ പരാമർശം നടത്തിയിട്ടില്ല. കേരളത്തിലെ വിവിധ സാമുദായിക സംഘടനകളുണ്ട്, അതിൻ്റെ നേതാക്കളുണ്ട്. അവർ മുഖ്യമന്ത്രിയെ കാണുകയും മതസാഹോദര്യത്തിനും സമൂഹത്തിൻ്റെ പൊതു നന്മക്കും വേണ്ടിയുള്ള നിലപാടുകൾ പരസ്പരം ചർച്ച ചെയ്യുകയും ചെയ്യുന്നത് നല്ല കാര്യമാണ്. എന്നാൽ ഇവിടെ വിദ്വേഷ പ്രചാരകരെന്ന ബ്രാൻഡ് ചെയ്യപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വെള്ള പൂശാൻ വേണ്ടി ഒരു കാര്യമില്ലാതെ നമ്മുടെ അക്കൗണ്ടിൽ അതിന് മറുപടി പറഞ്ഞു എന്ന് മാത്രമായിട്ട് അതിനെ കാണാൻ വേണ്ടി പറ്റൂ. പിന്നെ സമസ്തയും മുസ്ലിം ലീഗും ഇതിൻ്റെ ഭാഗമായി പരസ്യമായും രഹസ്യമായും ഉന്നയിച്ച വിഷയത്തിന് മറുപടി പറയാൻ ത്രാണിയില്ലാത്തതിൻ്റെ ഭാഗമായി അവർക്കുള്ള മറുപടിയും നമ്മുടെ അക്കൗണ്ട് പറഞ്ഞു പോകുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ വിഷയം എന്താ? ഇവിടെ ഞങ്ങൾ ഉയർത്തിയ വിഷയം സർക്കാർ പ്ലീഡർ നിയമനമാണ്. ABVPയുടെ നേതാവ് ഉൾപ്പെടെ BJPയുമായി ബന്ധമുള്ളവരെ എങ്ങനെ ജുഡീഷ്യറിയിൽ കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വോയിസ് ആയിട്ടുള്ള പ്ലീഡർ നിയമനത്തിൻ്റെ ഭാഗമായി നിശ്ചയിക്കപ്പെട്ടു. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. ഇത് മുഖ്യമന്ത്രിക്ക് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പോട്ടെ, KSU എന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തെയും വിദ്യാർത്ഥി സംഘടനാ യൂണിറ്റുകളെയും ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ ഗുരുതരമായ വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ലോയേഴ്സ് കോൺഗ്രസ് നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ നിയമിച്ചതെന്ന് പറയാൻ വേണ്ടി അതിൻ്റെ ലെറ്റർ പാഡുമായിട്ടാണ് പത്രസമ്മേളനത്തിൽ വന്നത്. ഇത് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ? ഭീതിയോ പ്രീതിയോ സ്വജനപക്ഷപാതമോ ഒന്നുമില്ലാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. ലോയേഴ്സ് സംഘടനകളുടെ ലിസ്റ്റിൽ നിന്നാണോ പ്ലീഡർമാരെ തീരുമാനിക്കുക? പ്ലീഡർമാരെ തീരുമാനിക്കുന്നതിന് അഡ്വക്കേറ്റ് ജനറൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം സംഘടനയുടെ ലെറ്റർ പാഡ് നോക്കി പ്ലീഡർമാരെ നിശ്ചയിക്കുന്നു എന്ന് പറയുന്നത് ഗൗരവമേറിയ പ്രശ്നമല്ലേ? വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെയും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് തലയിൽ മുണ്ടിട്ട് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ച ചെയ്തതുപോലെയല്ല ഞാൻ ചർച്ച ചെയ്തതെന്നാണ് പറഞ്ഞത്. മസ്കറ്റ് ഹോട്ടലിൽ അന്നത്തെ ചർച്ച എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. തലസ്ഥാനത്ത് BJPയും RSSും CPIയും തമ്മിലുള്ള സംഘർഷത്തിന് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്ത യോഗമാണ്. ആ യോഗത്തിന് എല്ലാ ഈ പറയുന്ന പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുണ്ടായിരുന്നു. അന്ന് CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടതാണ്. മുഖ്യമന്ത്രി തന്നെ പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടതാണ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു വിഷയം എടുത്തിടുന്നതിൻ്റെ പിന്നിൽ വിദ്വേഷ പ്രചാരകർക്ക് വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം VD സതീശൻ എടുത്താണ് പ്രശ്നം. ഇവിടെ ഞങ്ങൾ ഉന്നയിച്ച വിഷയം അതൊന്നുമല്ല. ഞങ്ങൾ ഉന്നയിച്ച വിഷയം എങ്ങനെയാണ് ABVPയുടെ നേതാവ് BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ സർക്കാർ പ്ലീഡർ പട്ടികയിൽ വന്നത്? ഇത് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് പോയിട്ട് KSU ഉൾപ്പെടെ ഉള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. മതസാമുദായിക നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ വന്ന് കാണുന്നതും സംസാരിക്കുന്നതിനൊന്നും ഇവിടെ ആരും എതിരല്ല എന്ന് ഞാൻ നേരത്തെയും പറഞ്ഞു. അതിന് അനുമതി കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് KPCC സെക്രട്ടറിക്ക് അനുമതി കൊടുക്കേണ്ടതെന്ന് തീരുമാനിച്ച പോലെ KSU നേതാക്കന്മാർക്ക് അനുമതി കൊടുക്കേണ്ട എന്ന് തീരുമാനിച്ചതുപോലെ കൊടുക്കണോ കൊടുക്കണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു സംഘടനയുടെ ലെറ്റർ പാഡ് വെച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി പറഞ്ഞതിലൂടെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ് എന്നുള്ളത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. അല്ലാതെ മുഖ്യമന്ത്രിയുടെ റൈറ്റാണ്. KSU നേതാക്കന്മാരെ കാണണോ കാണിക്കണോ, സാമുദായിക നേതാക്കന്മാരെ കാണണോ കാണണ്ടേ, വിദ്വേഷ പ്രചാരകരെ കാണണോ കാണണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം, KPCC സെക്രട്ടറിയെ കാണണ്ടേ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം, അനുമതി കൊടുക്കണോ വേണ്ടിയെന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്. ഇവിടെ വിദ്വേഷ പ്രചരണം നടത്തിയ രണ്ട് വ്യക്തികളെക്കാൾ മുകളിലല്ല
KPCC സെക്രട്ടറിയും KSU നേതാക്കന്മാരുമെന്ന് മുഖ്യമന്ത്രി നിശ്ചയിച്ചു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പൂർണ്ണമായ അവകാശം ആരെ കാണാനുള്ള അനുമതി കൊടുക്കേണ്ട എന്നുള്ള അവകാശം മുഖ്യമന്ത്രിക്കാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആരെ കാണണം, ആരെ കാണണ്ട, ആർക്ക് കാണാനുള്ള അവസരം കൊടുക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.